وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعم الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ മുഴുവനും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ ഒത്തുചേരുവാനും അവൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനും ഉപയോഗപ്പെടുത്തണേ എന്ന് എല്ലാവരോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 76-ാം അധ്യായമായ സൂറത്തുൽ ദഹ്റിലെ സൂറത്തുൽ ഇൻസാനിലെ 6 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 7 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി അവന് ഷാക്കിറായി ജീവിക്കുവാനും കഫൂറായി ജീവിക്കുവാനുമുള്ള മാർഗം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. നന്നാകാനും ചീത്തയാകാനും ഒക്കെ അവസരങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സമയങ്ങളെ, സന്ദർഭങ്ങളെ ഷാക്കിറായി ഉപയോഗിക്കുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ഷാക്കിറായി വിശ്വാസികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് അൽ അബ്റാർ, വിശ്വാസികളായ ഗുണവാന്മാരാകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ടെന്നും പാനീയങ്ങളുണ്ടെന്നും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതോടൊപ്പം കഫൂറായിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, അവിശ്വാസിയായി, നന്ദികെട്ടവനായി, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഞാനെന്ന ഭാവേന ജീവിക്കുകയാണെങ്കിൽ ഇന്ന അഅ്തദിനാ ലിൽ കാഫിരീന സലാസില വഅലാലം വസഈറ, അവിശ്വാസികളാകുന്ന ആളുകൾക്ക് നരകത്തിൽ ചങ്ങലകളുണ്ട്, വിലങ്ങുകളുണ്ട്, കത്തിജ്വലിക്കുന്ന അഗ്നി അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നാൽ 7-ാമത്തെ ആയത്തിൽ 7, 8, 9, 10 ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നൽ അബ്റാറ, അബ്റാരീങ്ങളായ പുണ്യവാന്മാരാകുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹമുണ്ട് സ്വർഗീയ ഭവനത്തിൽ. അതവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ആ അബ്റാറുകളാകുന്ന ആളുകൾക്ക് അവിടെ അത്രയും ഉന്നതമായ സൗകര്യങ്ങളും ആനന്ദങ്ങളും കുളിർമയും എല്ലാം ലഭ്യമാകുന്നത്. അതിൻ്റെ കാരണമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ ആ അബ്റാരീങ്ങളിൽ പെടണം, അബ്റാരീങ്ങളിൽ വെറുതെ പെടുകയില്ല. ഈ കാരണങ്ങൾ ഉണ്ടാകണം, ഈ ലക്ഷണങ്ങൾ ഉണ്ടാകണം. ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ? യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ഒന്നാമത്തെ കാരണം, ആ അബ്റാരീങ്ങൾ അത്രയും അനുഗ്രഹീതമായ അവസ്ഥയിൽ എത്തിപ്പെടാനുള്ള ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം എന്താണ്? യൂഫൂന, അവർ നിറവേറ്റുന്നവരാണ്, അവർ വീട്ടുന്നവരാണ്. ബിന്നദിരി, അവരുടെ നേർച്ച വീട്ടുന്നവരാണ്. ഒന്ന്. അപ്പൊ ഒന്നാമത്തെ ഗുണം, അബ്റാരീങ്ങളിൽ പെടാനുള്ള ഒന്നാമത്തെ ഗുണം യൂഫൂന ബിന്നദിരി, അവർ നേർച്ചയെ നിറവേറ്റുന്നവരാണ്. രണ്ടാമത്തേത് വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ,
വയഖാഫൂന അവർ പേടിക്കുകയും ചെയ്യുന്നു. യഖാഫൂന ഖൗഫ് ഭയം പേടി, വയഖാഫൂന അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. യൗമൻ യൗമ ദിവസം, യൗമൻ ഒരു ദിവസത്തിനെ. എങ്ങനത്തെ ദിവസമാണ്? കാന ഷർറുഹു ഷർറ് തിന്മ, കാന ആയി, കാന ഷർറ് തിന്മയായി, ഹു അതിന്റെ, കാന ഷർറുഹു അതിന്റെ തിന്മയായിരിക്കുന്നു, അതിന്റെ തിന്മയാകുന്നു ആ ദിവസത്തിന്റെ തിന്മ, അതിന്റെ കെടുതി എത്രമാത്രമുണ്ട്? മുസ്തതീറ പടർന്നു പിടിക്കുന്ന, മുസ്തതീറ പടർന്നു പിടിക്കുന്ന അഥവാ ആകെ വ്യാപിക്കുന്ന തിന്മ, മുസ്തതീർ ആകെ വ്യാപിക്കുന്നത്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ഒന്നാമത്തെ ഗുണം അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. രണ്ടാമത്തെ ആ അബ്റാറുകളുടെ ഗുണം വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, തിന്മ ദോഷം പാറി പറക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ആ ദിവസം ഏതാ? അന്ത്യനാളാണ്, അവസാന നാളിനെ കുറിച്ച്. നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ദിവസല്ലേ? ആ ദിവസത്തിനെ, അതിന്റെ തിന്മയെ, ആ ദിവസത്തിനെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. അന്ത്യനാളിനെ കുറിച്ച് വല്ലാത്ത പേടിയാണ്. നാളെ റബ്ബിന്റെ അടുക്കൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന പേടി. എന്റെ നന്മയും തിന്മയുമെല്ലാം അവിടെ തൂക്കപ്പെടും, എല്ലാം വെളിവാക്കപ്പെടും. ആരും സഹായത്തിനുണ്ടാവുകയില്ല, എല്ലാവരും വിട്ട് ഓടിപ്പോകുന്ന ആ ദിവസം, അതിനെ പേടിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തേത് മൂന്നാമത്തെ ഗുണം വയുതഇമൂന അവർ തിന്നാൻ കൊടുക്കുകയും ചെയ്യും, അവർ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യും. എന്തിനെ? അത്വഅമ ഭക്ഷണ സാധനം ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യും. അലാ ഹുബ്ബിഹി ഹുബ്ബ് സ്നേഹം, അലാ ഹുബ്ബിഹി അതിനോട് ഇഷ്ടമുള്ളതിനോടുകൂടെ, ആ ഭക്ഷണത്തിനോട് വല്ലാത്ത ഇഷ്ടം ഉള്ള സമയത്ത് കൊടുക്കുക, ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണോ കൊടുക്കുന്നത് ആ കൊടുക്കുമ്പോ അത് വളരെ ഇഷ്ടത്തോടുകൂടെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, ആരും പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല കൊടുക്കുന്നത്, മറിച്ച് ഏറെ ഇഷ്ടത്തോടെയാണ് കൊടുക്കുന്നത്. മാത്രവുമല്ല ആ കൊടുക്കുന്ന വസ്തുവിനോട് അവന് വല്ലാത്ത ഇഷ്ടവും ആവശ്യവും ഉള്ള സമയത്താണ് അവൻ അത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നവരും അവരാണ് അബ്റാറുകൾ. അതാണ് അവർ അബ്റാറുകളാകാനുള്ള കാരണം. അതാണ് അള്ളാഹു പറയുന്നത്, ആ ഭക്ഷണത്തിനോട് പ്രേമമുള്ളതോടുകൂടെ, ഇഷ്ടമുള്ളതോടുകൂടെ, ആവശ്യമുള്ളതോടുകൂടെ തന്നെ ആ ഭക്ഷണം അവർ കൊടുക്കും. ആർക്കാ കൊടുക്കുക? മിസ്കീനിന് കൊടുക്കും, സാധുവിന്, പാവപ്പെട്ട ആളുകൾക്ക്, വയതീമ അനാഥകൾക്കും, അസീറ ബന്ധനസ്ഥനാകുന്ന ആളുകൾക്കും അവർ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് ഇന്നൽ അബ്റാറ, ആ അബ്റാറുകൾ ആകാനുള്ള ഗുണലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 7-ാമത്തെ ആയത്തിൽ 2 ഗുണങ്ങൾ പറഞ്ഞു, 8-ാമത്തെ ആയത്തിൽ ഒരു ഗുണവും പറഞ്ഞു. 8-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഗുണം ഭക്ഷണത്തിന് പ്രേമമുള്ളതോടുകൂടെ, ഇഷ്ടമുള്ളതോടുകൂടെ തന്നെ സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അനാഥകൾക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരണം പിന്നീട് പറയാം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുത്ഇമുകും അവർ പറയും, ആര്? ഈ ദാനധർമ്മം ചെയ്ത ആളുകൾ. ഇവിടെ ഭക്ഷണം മാത്രമാണ് പറഞ്ഞത്. ദാനധർമ്മത്തിൽ ഏറ്റവും പ്രധാനമായത് ഭക്ഷണമായത് കൊണ്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്. മുഴുവൻ ദാനധർമ്മങ്ങളും അതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഭക്ഷണം മാത്രമല്ല, ഈ വസ്ത്രമാകട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള എല്ലാ ദാനധർമ്മങ്ങളും അതിൽ ഉൾപ്പെടും. ഇനി ആ ദാനധർമ്മം ചെയ്ത ആ ഭക്ഷണത്തിനോട് പ്രേമമുള്ളതോടുകൂടെ സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥനാകുന്ന ആളുകൾക്കുമൊക്കെ ദാനധർമ്മം ചെയ്ത ഭക്ഷണം കൊടുത്ത ആളുകൾ അവര് പറയുന്ന കാരണമാണ് 9-ാമത്തെ ആയത്ത്. അവരോട് പറയാ, ഇന്നമാ നുത്ഇമുകും, അവർ പറയും തീർച്ചയായും, ഇന്നമാ തീർച്ചയായും, നുത്ഇമുകും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നു, ദാനധർമ്മം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലിവജ്ഹില്ലാ,
അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ, നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ ഇഷ്ടം, അത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ലാ നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, മിൻകും നിങ്ങളിൽ നിന്ന്. ഒരാൾ മറ്റേ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുത്തിട്ട് ഇവർ പറയുകയാണ് അവരോട്, ലാ നുരീദു മിൻകും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ജസാഅ ഒരു പ്രതിഫലവും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഞങ്ങൾ തരുന്നതിന്റെ പകരമായി എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ജസാഅ ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. വല ശുകൂറ ഒരു നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് പോലും, ഒരു നന്ദിയുടെ നോട്ടമോ, ഒരു നന്ദിയുടെ എന്തെങ്കിലും ഒരു പ്രകടനമോ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഈ നൽകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും അവനിൽ നിന്നുള്ള പ്രതിഫലവും മാത്രമേ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുള്ളൂ എന്ന് ദാനധർമ്മം ചെയ്ത ഭക്ഷണം കൊടുത്ത ഈ ആളുകൾ പറയും. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംത്വരീറാ. വീണ്ടും അവര് പറയാ, ഈ ദാനധർമ്മം ചെയ്ത അബ്റാറുകളെ അവർ പറയും ദാനധർമ്മം ചെയ്തിട്ട്, ഇന്നാ നഖാഫു തീർച്ചയായും ഞങ്ങൾ, നഖാഫു ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിനാ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവ്, നിന്ന്, മിർ റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു. യൗമൻ ഒരു ദിവസത്തെ ഭയപ്പാടാണ്, ഭയപ്പാടോടുകൂടെയാണ് ഞങ്ങൾ കാണുന്നത്. യൗമൻ ഒരു ദിവസത്തെ, എങ്ങനെയുള്ള ദിവസം? അബൂസ മുഖം ചുളിക്കുന്ന കഠിനമായ ഒരു ദിവസം. ആ ദിവസത്തെയാണ് ഞങ്ങൾക്ക് പേടി. അബൂസ് മുഖം ചുളിക്കുന്ന, മുഖം ചുളിച്ചു പോകുന്ന, ആരും സഹായിക്കാനില്ലാത്ത, എല്ലാവരും പരസ്പരം തിരിഞ്ഞു പോകുന്ന ആ ദിവസത്തിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. ഖംത്വരീറാ അതികഠിനമായ, അതീവ ദുസ്സഹമായ, വിഷാദപ്പെട്ട് വേദനിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലേ എന്നാലോചിച്ച് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് ഈ അബറാറുകളായ മിസ്കീന്മാർക്കും അതേ പ്രകാരം യതീമുകൾക്കും അസീറുകൾക്കും ഭക്ഷണം നൽകിയ ഈ ആളുകൾ പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു വിശദീകരണം. ഗുണവാന്മാരുടെ, പുണ്യവാന്മാരുടെ ഒന്നാമത്തെ ഗുണമായി അല്ലാഹു എടുത്തു പറഞ്ഞത് യൂഫൂന ബിന്നദർ, നേർച്ച നിറവേറ്റുന്നവരാണ് എന്നാണ്. നേർച്ച എന്ന വാചകം കേൾക്കാത്തവരില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നേർച്ച നേർന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, മുസ്ലിമീങ്ങളും. പക്ഷേ ഇസ്ലാമിലെ നേർച്ചയെക്കുറിച്ച് വേണ്ടത്ര വിജ്ഞാനമില്ലാത്ത പല ആളുകളും നേർച്ച എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന നിലക്കാണ് അതിനെ കാണുന്നത്. നേർച്ച ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. എന്തിനും നേർച്ച നേരുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചു. മറ്റു രാജ്യങ്ങളിലൊന്നും ഇത് കാണാൻ കഴിയില്ല. രോഗം വന്നാൽ നേർച്ച നേരുക, അതേ പ്രകാരം പിന്നെ മക്കള് ഗൾഫിൽ പോയാൽ നേർച്ച, ജോലി കിട്ടാൻ നേർച്ച, ഭർത്താവ് തിരിച്ചു വരാൻ നേർച്ച, പിണക്കമുണ്ടായാൽ നേർച്ച, എന്തിനും ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം നേർച്ച നേരുന്ന ഒരു വല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയുന്നു. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, നേർച്ച എന്നത്, എന്തിനാണ് നേർച്ച എന്ന് പറയുക? ഏത് കാര്യത്തിനാണ് നേർച്ച ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റാത്ത നേർച്ചകൾ ഏതാണ്? നേർച്ച നേർന്നത് കൊണ്ട് വല്ല പ്രയോജനങ്ങളും ഉണ്ടാകുമോ എന്നതൊക്കെ വിശ്വാസികളാകുന്ന നമ്മൾ മനസ്സിലാക്കണം. സുന്നത്തായ ഒരു കർമ്മം, സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായും ഞാൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിം അള്ളാഹുവിന് വേണ്ടി സ്വയം പ്രഖ്യാപിക്കുന്നതിനാണ്, പ്രതിജ്ഞ ചെയ്യുന്നതിനാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയാം. അപ്പൊ നിർബന്ധമായ ഒരു കാര്യം നേർച്ച നേരാൻ പറ്റൂല. അപ്പൊ ളുഹ്ർ നിസ്കരിക്കാൻ ഞാൻ നേർച്ച തരാൻ പറ്റൂല. സുന്നത്തായ കാര്യങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. അങ്ങനത്തെ സുന്നത്തായ ഒരു കാര്യം അത് തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യും എന്ന് ഒരാൾ അവന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ അതിന് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയും. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്യൽ
എന്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാടിനെ അറുക്കാൻ ഞാൻ നിർബന്ധമാക്കി എന്ന് പറഞ്ഞു, നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ നേർച്ചയാക്കിയാൽ ആ ആടിനെ അറുത്ത് ദാനം ചെയ്യുക എന്നത് പിന്നെ സാധാരണ ഒരു ആടിനെ എപ്പോഴെങ്കിലും ഒരു ആടിനെ അറുത്തുകൊണ്ട് അതിന് മാംസം വിതരണം ചെയ്യുക എന്നത് അത് സുന്നത്തായ നല്ലൊരു കാര്യമാണ്. അതെനിക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, ഞാനത് നേർച്ചയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിൽ നേർച്ചയായി മാറി. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൂഫൂന ബിൻ നദർ. നേർച്ച നേരണം എന്നല്ല, നേർച്ച നേരൽ വലിയ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നല്ല. ഏതെങ്കിലും ഒരാള് ഈ സുന്നത്തായ ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിറവേറ്റുക എന്നത് അവന്റെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്യുന്നവൻ അബറാറുകളാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇനി വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും ഏതൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അള്ളാഹു അത് അറിയും എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊന്നും നേർച്ച നേരാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ രോഗം വന്നാൽ നേർച്ച നേർന്നോളൂ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നേർച്ച നേർന്നോളൂ, രോഗം വന്നാൽ വീണുപോയ സാധനം തിരിച്ചു കിട്ടാൻ നിങ്ങൾ നേർച്ച നേർന്നോളൂ എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. നേർച്ച നേർന്നാൽ അത് അള്ളാഹു അറിയും. നേർച്ച നേർന്നു പോയാൽ അതെന്ത് ചെയ്യണം? അവൻ വീട്ടുകയും ചെയ്യണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം. എന്താണത്? മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹിന്റെ റസൂൽ പറയാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരാൾ നേർച്ച നേർന്നാൽ അയാൾ അനുസരിച്ചു കൊള്ളട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരാൾ നേർച്ച നേർന്നതെങ്കിൽ അത് വീട്ടണം, അതവന്റെ നിർബന്ധമാണ്. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഒരാൾ നേർച്ച ചെയ്താൽ അയാൾ അത് നിറവേറ്റാതിരിക്കട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് നേർച്ച നേരുന്നതെങ്കിൽ ഒരിക്കലും ആ നേർച്ച വീട്ടാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നേർച്ച എന്ന് പറയുന്നത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഒരുപാട് ആരാധനകളുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ ആരാധനയാണ്. ഈ ആരാധനയായതുപോലെ ഒരു ആരാധന ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ത്? നേർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരം അള്ളാഹു അല്ലാത്തവർക്ക് പറ്റാത്തതുപോലെ അതേ പ്രകാരം പിന്നെ ഹജ്ജ് അത് അള്ളാഹുവിന് മാത്രമേ പറ്റൂ, അള്ളാഹിന്റെ പേരിൽ മാത്രമേ പറ്റൂ. നേർച്ച ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ നേർച്ചയും പറ്റൂ. അള്ളാഹു അല്ലാത്ത മറ്റ് വല്ലവരുടെയും പ്രീതിക്ക് വേണ്ടി എന്തെങ്കിലും നേർച്ച നേരുകയാണെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്തും അള്ളാഹുവിൽ പങ്കുചേർക്കലും ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത സാക്ഷതമായി നരകത്തിൽ കടക്കാൻ കാരണമായി തീരുകയും ചെയ്യും. മനസ്സിലായില്ലേ? മുഹീദ്ദീൻ ഷേഖിന് വേണ്ടി ഒരാൾ നേർച്ച നേർന്നു, ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച നേർന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാറങ്ങളിൽ ജാറം മൂടാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നേർച്ച നേർന്നാൽ അത് ഷിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ അത് ഷിർക്കിന്റെ പരിധിയിലാണ് വരിക. അള്ളാഹു തആല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് നേർച്ചയുടെ വിധി എന്താണ്? അപ്പൊ നേർച്ച നേരുന്നതിന്റെ വിധി എന്താണ്? അള്ളാഹുവിനുള്ള നേർച്ചയാണെങ്കിൽ അത് പൂർത്തിയാക്കണം. കാരണം അത് തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹു അല്ലാത്ത ആർക്കാകട്ടെ എന്താകട്ടെ ആ നേർച്ച ഒരിക്കലും നേർച്ച ചെയ്താൽ തന്നെയും അത് ചെയ്യാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് ഷിർക്കാണ്. ഇനി നേർച്ചയാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിവിധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച കറാഹത്താണ്. പലരും അങ്ങനെയാ നേർച്ച ചെയ്തത്. എന്റെ മകന് ജോലി കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും, എന്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്യും, ഏതെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണം അത് സാധ്യമായാൽ, വീണുപോയ സാധനം തിരിച്ചു കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന നേർച്ച നേരുന്നവരുണ്ട്. അങ്ങനെ ഒരു ഉപാധി വെച്ചുകൊണ്ടാണ് ഒരാൾ നേർച്ചയാക്കുന്നതെങ്കിൽ അത് കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഒരു പ്രത്യേകമായ വ്യവസ്ഥയൊന്നും വെക്കാതെ 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾ നേർച്ച നേർന്നു, അല്ലെങ്കിൽ ഒരു 10 യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാൾ നിർബന്ധമാക്കി, അങ്ങനെ ഒരു പ്രത്യേകമായ വ്യവസ്ഥ ഇന്നതിന് വേണ്ടിയാണ് ഇന്ന കാര്യം സാധിച്ചാൽ എന്നൊന്നും പറയാതെ ഒരു വ്യവസ്ഥയില്ലാതെയാണ് ഒരാൾ നേർച്ചയാക്കുന്നതെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഷാഫി മദ്ഹബിന്റെ ഒക്കെ വീക്ഷണം ഇതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചയാകട്ടെ വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ചയാകട്ടെ രണ്ടും പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. രണ്ട് നേർച്ചകളും കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എല്ലാ നേർച്ചയും ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലുമുണ്ട്. അതിനവർ പല ഹദീസുകളും തെളിവായി ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നേർച്ചകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാൻ, ലാ തൻദുറു ഫഇന്നൻ നുദുറ ലാ യുഗ്നി മിനൽ ഖദരി ശൈആ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. റസൂലുള്ളാഹി തങ്ങൾ പറയാ, മുസ്ലിമിൽ നമുക്ക് ഹദീസ് കാണാം, ലാ തൻദുറു, നിങ്ങൾ നേർച്ച നേരാൻ പാടില്ല, നേർച്ച നേരാൻ പാടില്ല. ലാ യുഗ്നി മിനൽ ഖദരി ശൈആ, തീർച്ചയായും നേർച്ച ഖദറിൽ നിന്ന് യാതൊന്നും അധീനപ്പെടുത്തുകയില്ല. നിന്റെ ഏതെങ്കിലും വീണുപോയ സാധനങ്ങൾ തിരിച്ചു തരാൻ നേർച്ചയ്ക്ക് കഴിയില്ല. ഏതെങ്കിലും രോഗം സുഖപ്പെടുത്താൻ നേർച്ചയ്ക്ക് കഴിയില്ല. അതിന് അങ്ങനത്തെ ഒരു കഴിവുമില്ല. വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, അതുവഴി പിശുക്കന്റെ ധനം പുറത്തെടുക്കാമെന്ന് മാത്രം. പിശുക്കന്മാര് 1000 10,000 നേർച്ച നേർന്നാൽ ആ പിശുക്കന്റെ പണം പുറത്തെടുക്കാമെന്നല്ലാതെ യാതൊരു ഖദറിൽ നിന്ന് യാതൊന്നിനെയും അധീനപ്പെടുത്താൻ നേർച്ചയ്ക്ക് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുസ്ലിമിൽ മറ്റൊരു ഹദീസ് കാണാം, അന്നഹു നഹാ അനിൻ നദർ, നേർച്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട് എന്ന ഹദീസും നമുക്ക് കാണാവുന്നതാണ്. അപ്പോ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചയാകട്ടെ, ഒരു വ്യവസ്ഥയും ഇല്ലാത്ത നേർച്ചയാകട്ടെ, രണ്ട് നേർച്ചയും പാടില്ല, അത് കറാഹത്താണ് എന്നതിന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ഹദീസുകളൊക്കെ തെളിവ് പിടിച്ചതായും നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച അത് വളരെ മോശമായതാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ്, ചെയ്യരുത്. വ്യവസ്ഥയൊന്നുമില്ലാത്ത നേർച്ചയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ നേർച്ച ശർഇന്റെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ ഇസ്ലാമിലെ ചില താല്പര്യങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ചില വിധിവിലക്കുകളുണ്ട്. അതിന് എതിരാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം എന്താ? സുന്നത്ത അള്ളാഹു തആല നിർബന്ധമാക്കിയ പല കാര്യങ്ങളും ഉണ്ട്. അള്ളാഹു തആല നിർബന്ധമാക്കിയതിനെ നിർബന്ധമാക്കാത്തതിനെ നിർബന്ധമാക്കുകയാണല്ലോ ചെയ്യുന്നത്. അള്ളാഹു തആല സുന്നത്താക്കിയ നിർബന്ധമാക്കാത്ത ഒരു കാര്യത്തിനെ നിർബന്ധമാക്കുകയാണ്, സ്വയം നിർബന്ധമാക്കുകയാണ് ആര്? നേർച്ചയിലൂടെ ചെയ്യുന്നത്. കാരണം വിശുദ്ധമായ ഇസ്ലാമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടുള്ളത്, സുന്നത്തായിട്ടുള്ളത് എന്നൊക്കെ അള്ളാഹു തആല നിശ്ചയിച്ചെന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു നിർബന്ധമാക്കാത്തത് ഒരാൾ നിർബന്ധമായി അനുഷ്ഠിക്കുമെന്ന് നേർച്ചയാക്കുമ്പോൾ ചിലപ്പോൾ അത് അവന് പ്രയാസമായേക്കും. കാരണം അള്ളാഹു തആല നിർബന്ധമാക്കാത്തതിന്റെ യുക്തി അള്ളാഹുവിന് അറിയാം. അള്ളാഹു സുന്നത്താക്കിയ ഒരു കാര്യം ഞാൻ നിർബന്ധമായും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ അവന് വലിയ പ്രയാസമാകാം. അതുകൊണ്ട് ഏതായിരുന്നാലും നേർച്ചക്ക് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പൊതു തത്വം, വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ചയെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു മോശമായ ഒരു കാര്യമാണ്, ഒരു മോശമായ ഒരു മര്യാദയാണ് അത്. കാരണം അവന്റെ നിയ്യത്തിൽ തന്നെ അപാകതയുണ്ട് എന്നാണ്. കാരണം എന്താണ് അവൻ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു വിശ്വാസം അതിലൂടെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഞാനൊരു എന്റെ രോഗം സുഖപ്പെട്ടാൽ 10 യത്തീം കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ 1000 റുപ്യ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു മാസം ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കും, എന്റെ രോഗം മാറിയാൽ, ഇന്നത് സാധിച്ചാൽ എന്ന് പറയുമ്പോ രോഗം ഒരുപക്ഷെ മാറാതിരിക്കാം, അവൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ വന്നേക്കാം. അങ്ങനെ വരുമ്പോ ഇവൻ ഇതെല്ലാം നേർച്ച നേർന്നിട്ടും അവന്റെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഒരു മോശമായ ധാരണ അവന്റെ മനസ്സുകളിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നേർച്ച നേരുക എന്നത് വലിയ ഒരു സംഭവമൊന്നുമല്ല. അത് വലിയ ഒരു നല്ല ഒരു പുണ്യകരമായ എന്തോ ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിൽ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും സ്വീകരിക്കാനും പാടില്ല എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ധാരാളം ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണ്? യൂഫൂന ബിൻ നദർ, ഒരാള് നേർച്ച നേർന്നു, അത് ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചയാകട്ടെ, ഉപാധി ഇല്ലാത്ത നേർച്ച നേർന്നതാകട്ടെ, അങ്ങനെ നേർച്ച നേർന്നു പോയാൽ തീർച്ചയായും ആ നേർച്ച അവൻ നിറവേറ്റണം. ഖത്താബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. ഇനി വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ നേർച്ച നേർന്നു, ആ നേർച്ച അവന് നിർവഹിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അവൻ എന്ത് വേണം? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോധപൂർവമല്ലാത്ത നിങ്ങളുടെ ശബ്ദങ്ങളെ ഒരിക്കലും അതിന്റെ പേരിൽ അല്ലാഹു തആല നിങ്ങളെ പിടികൂടുകയില്ല. ബോധപൂർവമല്ലാതെ വിവരമില്ലാതെ എന്തെങ്കിലും നേർച്ച നേർന്നു പോയി എന്നതിന്റെ പേരിൽ അല്ലാഹു തആല പിടികൂടുകയില്ല. എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചു ചെയ്ത ശബ്ദങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ പിടികൂടുന്നതാണ്. അപ്പോൾ അത് ലംഘിച്ചു വന്നാൽ, അത് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു, അത് ലംഘിച്ചു, എന്നാൽ എന്ത് വേണം? അതിന് പ്രായശ്ചിത്തം കൊടുക്കണം, അതിന് കഫാറത്ത് കൊടുക്കണം. എന്താണ് അതിന്റെ കഫാറത്ത്? നിങ്ങളുടെ വീട്ടുകാർക്ക് നൽകാറുള്ളത് പോലെ മധ്യനിലയുള്ള ഭക്ഷണത്തിൽ നിന്ന് 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇനി വല്ലവനും അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കാവുന്നതാണ്. ഇതാണ് നേർച്ച നിറവേറ്റാൻ കഴിയാത്തവർക്കുള്ള പ്രായശ്ചിത്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
നേരത്തെ നാം പറഞ്ഞു, അള്ളാഹു ഈ നേർച്ച എന്ന് പറയുന്നത് ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് മാത്രമേ പറ്റൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല? നേർച്ചയാക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് ഇന്ന് പല കാര്യങ്ങളും നേർച്ച നേരുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, മമ്പർത്ത് തങ്ങളുടെ പേരിൽ ഓരോ നാടുകളിലും ഓരോ തരത്തിലുള്ള ജാറങ്ങൾ കെട്ടിയുണ്ടാക്കി അതിലേക്കൊക്കെ വിവിധങ്ങളായ നേർച്ച നേരുന്ന ആളുകളുണ്ട്. അത്തരം നേർച്ചകൾ തീരെ പാടില്ല. അള്ളാഹുവിനുള്ള നേർച്ച പോലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ഒഴിവാക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ പ്രത്യേകം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയിലേക്ക് പ്രവേശിക്കാൻ പോലും, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഏതെങ്കിലും ജാറം മൂടാനോ അവിടെ വിളക്ക് കത്തിക്കാനോ അവിടത്തേക്ക് എണ്ണയും തിരിയും പട്ടുമെല്ലാം നേർച്ചയാക്കാനോ പാടുണ്ടോ മുസ്ലിം? പാടില്ല. ആ നേർച്ചയിൽ സാമീപ്യം നേടുക, ഏതെങ്കിലും ആ നേർച്ചയിലൂടെ എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കുക, അതൊന്നും പാടില്ല. അതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ്, അതൊക്കെ ശിർക്കാണ് എന്ന് കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പേരിൽ മാത്രമാവുക നേർച്ച. ആ നേർച്ച കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ധാരണയോ ചിന്തയോ വിശ്വാസമോ ഒരിക്കലും വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞത് യൂഫൂന ബിൻ നദിരി, ഏതെങ്കിലും നിലക്ക് അങ്ങനെ ഒരു സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായും ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ, നേർച്ച ചെയ്താൽ അത് വീട്ടുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതൊരിക്കലും അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല, അത് മറന്നു പോകാൻ പാടില്ല. ഒരു നിലക്കും അത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഗുണമായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സമയം അല്പം കഴിഞ്ഞു. കാരണം നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ ഇനി ശേഷമുള്ള ഗുണങ്ങളുടെ ഭക്ഷണം കൊടുക്കലും ദാനധർമ്മത്തിന്റെയും ഒക്കെ വിശദീകരണങ്ങൾ മറ്റു പല സൂറത്തുകളിലൂടെ നാം പഠിച്ചതാണ്. എന്നാൽ നേർച്ച എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സനാബിൽ എന്ന ഖുർആൻ പഠന പദ്ധതിയിൽ കാര്യമായി നാം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ടും മാത്രവുമല്ല, മുസ്ലിം സമുദായത്തിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം ചിന്തകളും വേണ്ടാത്ത പലതും നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്പം വിശദീകരിച്ചുകൊണ്ട് ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളുടെ ചെറിയ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം. അല്ലാഹു തആല പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു പറഞ്ഞ ആ അബ്റാറുകളുടെ എല്ലാ ഗുണവിശേഷണങ്ങളും ഒത്ത യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.